നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴും ട്രെയിൻ കയറുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ എപ്പോഴും ഭയപ്പെടാറുണ്ട്. ഒന്ന് കാല് തെറ്റിയാൽ ഇതിനടിയിൽ പോയാൽ പിന്നെ നോക്കണ്ട, ജീവൻ തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷയോടുകൂടി ആ ട്രെയിൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, തള്ളിക്കയറാതെ വളരെ സമാധാനത്തോടു കൂടി കയറാനായിട്ട് എല്ലാവരും എപ്പോഴും പറയാറുണ്ട്. പ്രത്യേകിച്ചും റെയിൽവേ പോലീസും ഒക്കെ തന്നെ അക്കാര്യം പറയാറുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രെയിൻ അടിയിലേക്ക് പോയി ജീവൻ നഷ്ടപ്പെട്ടവരും തലനാഴിലേക്ക് ജീവൻ രക്ഷപ്പെട്ടവരുടെയും വാർത്തകൾ നിരവധിയുണ്ട്. അതിന് CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവയുണ്ട്. എന്നാൽ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ, കണ്ടു നിന്നവർ പോലും കുഴഞ്ഞുപോയ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ആ ദൃശ്യം വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നുമാണ്. ഉത്തർപ്രദേശിലെ ഉനോവ ജംഗ്ഷനിൽ നിന്നുമാണ് വരുന്നത്. ഉനോവ റെയിൽവേ സ്റ്റേഷനിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിടയിൽ പെട്ടിട്ടും 48-കാരിയായ സ്ത്രീക്ക് അത്ഭുതകരമായ രക്ഷപ്പെടൽ. ആ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12:30 കൂടിയാണ് ഉനോവ സ്റ്റേഷനിലെ നടുക്കിയ ഈ സംഭവം നടന്നത്. ഭർത്താവിനൊപ്പം യാത്ര ചെയ്യാൻ എത്തിയ രംഷീല എന്ന സ്ത്രീയാണ് തലനാഴിലേക്ക് ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. സ്റ്റേഷനിലേക്ക് വന്ന ട്രെയിനിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ കാല് വഴുതി ഇവർ പ്ലാറ്റ്ഫോമിനും ട്രാക്കിനും ഇടയിലൂടെ ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയ രംഷീല മനസാന്നിധ്യം വീണ്ടെടുത്ത് ട്രാക്കിന് നടുവിലേക്ക് ചുരുണ്ട് കിടക്കുകയായിരുന്നു. ഇവർക്ക് മുകളിലൂടെ ട്രെയിനിന്റെ മുഴുവൻ ബോഗികളും, അതായത് 21 ബോഗികളും പൂർണ്ണമായി കടന്നു പോകുന്നതുവരെ ഒട്ടും അനങ്ങാതെ ട്രാക്കിൽ തന്നെ കിടക്കുകയായിരുന്നു. ട്രെയിൻ സ്റ്റേഷൻ വിട്ടുപോയതിന് പിന്നാലെ റെയിൽവേ അധികൃതരും യാത്രക്കാരും ചേർന്ന് ഇവരെ ഉടൻ തന്നെ ട്രാക്കിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റുകയും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പരിശോധനയിൽ ഇവരുടെ ചെവിക്ക് ചെറിയൊരു മുറിവൊഴിച്ചാൽ മറ്റ് ഗുരുതര പരിക്കുകളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം രംഷീല ആശുപത്രി വിടുകയും ചെയ്തു. ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ഈ ദമ്പതികൾ. മാത്രമല്ല, ഒരുപാട് ഭയന്നു പോയെന്നും ഇനി ജീവിതത്തിലേക്ക് തിരികെ വരില്ല എന്ന ആ നിമിഷം താൻ മരിച്ചു എന്ന് തന്നെയാണ് കരുതിയതെന്നുമാണ് രംഷീല പറയുന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ആ ബോഗി കയറി ഇറങ്ങി കഴിയുമ്പോൾ അവർ ജീവനോടെ വരും. എന്തായാലും അത്ഭുതകരം തന്നെയാണ്. ഇത് കണ്ട് ഇടയിൽ വീണാലും കുഴപ്പമില്ല, ധൃതി കൂട്ടാമെന്ന് ആരും ചിന്തിക്കരുത്. ഒരുപക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു തലനാഴിലേക്കും ദൈവഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യവശാൽ അവർ രക്ഷപ്പെട്ടതായിരിക്കാം. ആയുസിന്റെ ഫലം എന്നൊക്കെ നമ്മൾ പറയാറില്ല, അതുകൊണ്ടായിരിക്കും അവർ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് ശരി, ട്രെയിനിന്റെ ഇടയിലേക്ക് വീണാലും കുഴപ്പമില്ല, സാരമില്ല, രക്ഷപ്പെടുമല്ലോ എന്ന് ആരും ചിന്തിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കുക. മറ്റൊന്ന്, ഇനി അറിയാതെ കാല് വഴുതി വീഴുകയാണെങ്കിൽ ഭയപ്പെടാതെ ഈ പറഞ്ഞതുപോലെ കിടക്കുക. അതും ഒരു മാതൃക അല്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായിട്ടുണ്ട്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ആ പ്ലഗിലൊക്കെ തന്നെ ചാർജ് ചെയ്ത് വെക്കാറുണ്ട്. ഒന്ന് ചാർജ് ചെയ്ത് ഫോൺ വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരാളോട് നമ്മൾ പറയും ഒന്ന് നോക്കിക്കോളെന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് ബാത്റൂമിൽ പോയി വരുമ്പോഴത്തേക്കും ആ ഫോൺ കാണാനില്ലാതെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴിതാ ഓൺലൈൻ ഗെയിമിംഗ് ഭ്രമത്തിന് പണം കണ്ടെത്താൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് യാത്രക്കാരുടെ സിം കാർഡുകൾ മോഷ്ടിച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ സിവിൽ എഞ്ചിനീയറെ പൂനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ധരാശിവ് സ്വദേശിയും നിലവിൽ പൂനെ അകൂർദിയിൽ താമസക്കാരനുമായ സംഗീത് കുൽക്കർണി എന്ന 23 വയസ്സുകാരനെയാണ് പോലീസ് പിടിച്ചത്. മോഷ്ടിച്ച സിം കാർഡുകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ കൈക്കലാക്കി ഓൺലൈൻ വായ്പകൾ എടുക്കുകയും കൊമേഴ്സ് വെബ്സൈറ്റുകൾ വഴി ആഡംബര ഷോപ്പിംഗ് നടത്തുകയുമായിരുന്നു ഇയാളുടെ രീതി. പൂനെ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമുകളിൽ മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാൻ വെക്കുന്ന യാത്രക്കാരായിരുന്നു ഇവരുടെ പ്രധാന ഇരകൾ. ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും വളരെ വിദഗ്ധമായി സിം കാർഡ് മാത്രം ഇയാൾ ഊരിയെടുക്കും. തുടർന്ന് ഈ സിം കാർഡ് സ്വന്തം ഫോണിലിട്ട് ഇരകളുടെ ഇമെയിൽ ഐഡികളും ബാങ്ക് വിവരങ്ങളും ഇയാൾ വീണ്ടെടുക്കും. സിം കാർഡുകളിൽ ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആധാർ വിവരങ്ങളോ ഡെബിറ്റ് കാർഡ് ചിത്രങ്ങളോ ഉപയോഗിച്ച് പേയ്മെന്റ് ഗേറ്റ്വേകളുടെ പിൻ മാറ്റിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. എന്തായാലും കഴിഞ്ഞ ജനുവരിയിൽ ഒരു യാത്രക്കാരന്റെ സിം കാർഡ് നഷ്ടപ്പെടുകയും പുതിയ സിം എടുത്തപ്പോൾ അക്കൗണ്ടിൽ നിന്ന് 1.13 ലക്ഷം രൂപയുടെ ഓൺലൈൻ വായ്പ എടുത്ത് ആരോ മൊബൈൽ ഫോൺ വാങ്ങിയതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് പോലീസ് പരാതി എത്തി തുടങ്ങിയത്. തുടർന്ന് മെയ് മാസത്തിലും സമാനമായ മറ്റൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലാതിരുന്നതിനാൽ തന്നെ പ്രതിയെ കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ പോലീസ് ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. തുടർന്ന് റെയിൽവേ പോലീസിന്റെ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ വിശദമായ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ അകൃതിയിൽ വെച്ച് വലയിലാക്കിയത്. നിലവിൽ ജോലിയില്ലാത്ത സംഗീത് കടുത്ത ഓൺലൈൻ ഗെയിമിംഗിന്റെ അഡിക്ഷൻ കാരണമാണ് ഈ ക്രൂരമായ തട്ടിപ്പിലേക്ക് തിരിഞ്ഞതെന്നാണ് പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. പ്രതിയെ നിലവിൽ എരവാഡ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്.